തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്കറിയാം പ്രാദേശിക പ്രശ്നങ്ങൾ തന്നെയാണ് എപ്പോഴും വിഷയമാകുന്നത്. പല രീതിയിൽ ആളുകൾ സ്ഥാനാർത്ഥികളാകാറുമുണ്ട്. ഒരു റോഡിന്റെ നവീകരണത്തിനുള്ള ആവശ്യം അത് പരിഗണിക്കാത്തതിന്റെ പ്രതിഷേധ സൂചകമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട് വയനാട് പടിഞ്ഞാറത്തറയിൽ. സ്റ്റേഡിയം റോഡ് നവീകരണം സാധ്യമാകാത്തതിനെതിരെയാണ് ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മത്സരം. ഒരു റോഡ് നവീകരിക്കാൻ ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്ന അനുഭവമുള്ളത് വയനാട്ടിലാണ്. വയനാട് പടിഞ്ഞാറത്തറ പഞ്ചായത്തിലേക്കാണ് റോഡിനു വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. പടിഞ്ഞാറത്തറ സ്റ്റേഡിയം ഞാറ്റാലപ്പടി ബൈപ്പാസ് റോഡാണിത്. ഓവുചാലെത്തുന്നത് സ്വകാര്യ വ്യക്തിയുടെ താഴ്ന്നുകിടക്കുന്ന ഭൂമിയിലാണ്. കനത്ത മഴ പെയ്താൽ വെള്ളം നിറഞ്ഞൊഴുകുക റോഡിലൂടെ. കുപ്പാടിത്തറ കൽപ്പറ്റ ബൈപ്പാസായി ഉപയോഗിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡ് നവീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് 12ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തങ്കച്ചൻ പട്ടരുമഠത്തെ മത്സരിപ്പിക്കാൻ ജനകീയ സമിതി തീരുമാനിച്ചത്. പ്രചാരണവും തുടങ്ങി. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. മഴ പെയ്താൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡ്രൈനേജ് ഇല്ല, ഒരു വണ്ടി വന്നാൽ ഒന്ന് മാറാൻ പറ്റുന്നില്ല. അഴുക്ക് വെള്ളങ്ങളാണ് ഇത് മുഴുവനും ഈ റോട്ടിൽ കൂടെ നിറഞ്ഞങ്ങ് ഒഴുകുക. ഞങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥയുള്ള കാരണം ഇങ്ങനെ അവസ്ഥയായ കാരണമാണ് ഞങ്ങൾ മത്സരിക്കുക. ആശുപത്രി, സാംസ്കാരിക നിലയം, സ്റ്റേഡിയം എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള പ്രധാന വഴിയാണ് ഈ വിധമായിരിക്കുന്നത്. ഈ പഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുൻ മെമ്പറിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇത് ഈ റോഡിങ്ങനെ കിടക്കേണ്ടി വന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ സൈഡ് ഡ്രെയിനേജുകളും കട്ടറുകളും ഇതൊക്കെ നീക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. ടൗണിലൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി തിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം ആണ്, പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയമാണ് ഇത് കാണുന്നത്. CH മുഹമ്മദ് കോയ സ്മാരകം പഞ്ചായത്തിൻ്റെ ആ ബിൽഡിംഗ് ഇവിടെ ഉള്ളതാണ്. അങ്കണവാടി ഉണ്ട് ഇവിടെ, പിന്നെ ഗ്രന്ഥശാലയുണ്ട്. ഇതിലേക്കെല്ലാം ആൾക്കാർ വരേണ്ട റോഡാണ്. ഇപ്പോൾ ഇതിലൊരു വാഹനം കൊണ്ടൊരാൾക്ക് പോയാൽ മറ്റൊരു വാഹനം മറികടക്കാൻ പോലും പറ്റില്ല. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെല്ലാം ഈ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തവർക്കെതിരെയാണ് വോട്ട് തേടുന്നതെന്ന് ജനകീയ സമിതി വ്യക്തമാക്കുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.